ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർക്ക് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം ചന്ദ്രാപിന്നിയിലാണ് ചെയ്തത്. ഇവിടുത്തെ കിച്ചണും വാർഡ്രോബും പിന്നെ അതേപോലെ TV യൂണിറ്റും ചെറിയൊരു രീതിയിൽ ചെയ്ത വാഷ് ബേസൺ ഏരിയയും സ്റ്റഡി യൂണിറ്റൊക്കെയാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തത്. ഈ ഒരു വീട്ടിലെ കിച്ചൺ ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചണാണ്. എൽ ഷേപ്പാണ് ആ ഒരു കിച്ചൻ്റെ ഏരിയ വരുന്നത്. എൽ ഷേപ്പിലുള്ള ആ ഒരു ബോട്ടൺ ഏരിയയും പിന്നെ അതേപോലെ മുകൾ ഭാഗത്തെ ലോഫ്റ്റ് ഏരിയയും മിഡിലായിട്ടുള്ള ആ ഒരു ബോക്സ് ഏരിയയാണ് കിച്ചണിൽ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബോക്സ് ചെയ്യാതെ തന്നെ, അതായത് സ്ലേവ് വാർത്ത കിച്ചൺ നമുക്ക് മോഡേൺ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള സ്ലേവ് വാർത്ത കിച്ചൺ ആണെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു കിച്ചൺ മോഡലാറാക്കി ചെയ്യാനാണെങ്കിൽ സ്ലേവ് വാർത്തതിൻ്റെ മേലെ കൗണ്ടർ ടോപ്പ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു ഗ്രാനൈറ്റ് അതിൻ്റെ ചാട്ടം 3 ഇഞ്ചോളം പുറത്തേക്ക് ചാടിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ പുറത്തേക്ക് ചാടിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഫ്രെയിം ആ ഒരു മുകളിലോട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഒരു 3 ഇഞ്ച് കുറവാണെങ്കിൽ ഫ്രെയിം ഉള്ളിലോട്ടും ഡോറ് പുറത്തേക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡോറിൻ്റെ ഹൈറ്റ് കുറവാകും. അപ്പോൾ ഒരു മോഡുലാർ ടൈപ്പായിട്ട് നമുക്ക് സ്ലേവ് വാർത്ത കിച്ചനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഓൾറെഡി അലുമിനിയം പിന്നെ അതേപോലെ തന്നെ PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ മുകളിലെ ആ ഒരു ലോഫ്റ്റ് ഏരിയ ഫുള്ള് ബോർഡർ അടിച്ചിട്ടാണ് ചെയ്തത്. അത്യാവശ്യം അക്സസറീസുകളൊക്കെ ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. മുകളിൽ ആ ഒരു സ്ലേവ് വാർത്ത ആ ഒരു ലോഫ്റ്റ് ഏരിയ ഫുള്ള് ബോർഡർ ആക്കി ഒരു ഫുൾ ബോക്സ് ആക്കി ചെയ്യുന്നത് പോലെയാണ് ആ ഒരു ലോഫ്റ്റ് ഏരിയ ചെയ്തു കൊടുത്തത്. ഈ ഒരു കിച്ചണിൽ നമ്മൾ അത്യാവശ്യം അക്സസറീസുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു GTPTയുടെ ഡിഷ് റാക്ക്, പിന്നെ അതേപോലെ തന്നെ ഒരു പുൾ ഔട്ട്, കട്ട്ലറി ബാസ്ക്കറ്റ്, പ്ലേറ്റ് ബാസ്ക്കറ്റ് എന്നീ എല്ലാ ബാസ്ക്കറ്റുകളും ഈ ഒരു കിച്ചണിൽ സാധാരണ നോർമലായിട്ട് ചെയ്യാറുള്ള എല്ലാ ബാസ്ക്കറ്റുകളും ഈ ഒരു കിച്ചണിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ ആ ഒരു കിച്ചൺ പുതിയൊരു മോഡലിലേക്ക് ആക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, സ്ലേവ് വാർത്ത കിച്ചണൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് അലുമിനിയവും പിന്നെ അതേപോലെ PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ പുതിയതാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഗ്രീനും പിന്നെ അതേപോലെ തന്നെ വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെക്സയുടെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബോർഡറൊക്കെ കൊടുത്തിരിക്കുന്നത് ഫുള്ള് റൂട്ടർ ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബോർഡറൊക്കെ കൊടുത്തത്. ഫുൾ ഷീറ്റാണ്. ഒരു ഡിഷ് റാക്കും ഇതേപോലുള്ള ഒരു ഡിഷ് റാക്കും പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്രോലെഫിലായിട്ട് ഒരു ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ഓയിൽ പുള്ളൗട്ട് സെറ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഒരു കട്ട്ലറി. നോർമലായിട്ട് എല്ലാ കിച്ചണിലും ചെയ്യാറുള്ള അക്സസറീസുകളാണ് ഈ ഒരു കിച്ചണിലും ചെയ്തു കൊടുത്തത്. ഇതിൻ്റെ പോട്ടൻ ഏരിയയിൽ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ തട്ടൊന്നും ചെയ്തിട്ടില്ല. ഫുള്ള് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ്. ഇതേപോലെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമാക്കി സ്ലേവ് ചെയ്ത ആ ഒരു കിച്ചൺ ചെയ്യുകയാണെങ്കിൽ, ഒരു 4 ഇഞ്ച് സ്കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് സ്കട്ടിങ് കൊടുക്കാതെ ചെയ്യുകയാണെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ കാലുമ്മ ഡോറ് അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് പ്ലാറ്റ്ഫോം കൊടുക്കാതെ ചെയ്തത്. അതിന് കാരണം അതിൻ്റെ ഡ്രൈനേജിൻ്റെ പൈപ്പ് താന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ പ്ലാറ്റ്ഫോം ചെയ്യാതെ ചെയ്തത്. പിന്നെ നോർമലായിട്ട് കോർണറിൽ വരുന്ന ഡോറ് നോർമലായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ പഴയ കിച്ചണാണെങ്കിൽ തന്നെ പുതിയ കിച്ചണാക്കി മാറ്റാനൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഓൾ കേരള വർക്ക് എടുത്ത് ചെയ്യുന്നതുണ്ട്. ഇവിടുത്തെ അടിയത്തെ ഒരു ബോട്ടൺ ഏരിയയിൽ ഫുള്ള് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അതായത് തട്ടുകളൊന്നും കൊടുത്തിട്ടില്ല. മുകൾ ഭാഗത്തെ മിഡിലായിട്ട് വരുന്ന ആ ഒരു ബോക്സിൽ മാത്രമാണ് തട്ടുകളൊക്കെ കൊടുത്തത്. പിന്നെ ലോഫ്റ്റ് ഏരിയയിൽ വരുന്ന ആ ഒരു ഭാഗം
ഫുള്ള് ഡോറായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെയ്തിരിക്കുന്നത് ബേസൻ ടേബിൾ ടോപ്പാണ്. ബേസൻ ടേബിൾ ടോപ്പ് വളരെ ഒരു വെറൈറ്റിയിലാണ് ഈ ഒരു ബേസൻ ടേബിൾ ടോപ്പ് ചെയ്തത്. സാധാരണ നമ്മൾ ഫുൾ ബോക്സ് ആക്കി ചെയ്ത് അതിൽ ഡോറൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ചെയ്യാറ്. ഇവിടെ ഡോറ് സെറ്റ് ആക്കാതെ ഒരു ബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ആ ഒരു ലെക്സയുടെ PVCയുടെ ഷീറ്റ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ആ ഒരു ഡോർ ഇല്ലാതെയാണ് ആ ഒരു ബോക്സ് ആക്കി ചെയ്തത്. അതായത് ബേസൻ വേണ്ടി വെക്കാൻ മാത്രമായിട്ടൊരു ബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒരു മിററും കൂടി സെറ്റ് ചെയ്തു. ഇനി ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് ബാത്റൂം പാർട്ടീഷൻ ആണ്. ബാത്റൂം പാർട്ടീഷന് 12mm ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ബാത്റൂം പാർട്ടീഷൻ ചെയ്തത്. 12mm ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പാനലിംഗ് ചെയ്തിട്ടാണ് ആ ഒരു ബാത്റൂമിൽ ഫുള്ള് പാനലിംഗ് ചെയ്തിട്ടാണ് ആ ഒരു ഡ്രസ്സിങ് യൂണിറ്റിലോട്ട് എത്തിയത്. 2 ഡ്രോയറും അടിയിലായിട്ട് 2 ഡോറും കൂടി കൊടുത്തു. പിന്നെ ഇവിടുത്തെ വാർഡ്രോബാണ്. ഇവിടുത്തെ വാർഡ്രോബിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഒരു വാർഡ്രോബിൻ്റെ വീഡിയോ ആണ് നേരത്തെ ചെയ്തത്. ഈ ഒരു വാർഡ്രോബ് 3 ഡോറിലായിട്ടാണ് ചെയ്തത്. ഓൾറെഡി ഈ ഒരു വാർഡ്രോബിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സൊക്കെ 3 ഡോറിലായിട്ടാണ് ചെയ്തത്. 2 ഡോർ ഹാങ്കറിങ്ങിലും 1 ഡോറ് ഈക്വൽ തട്ടിലാണ് ചെയ്തത്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു രീതിയിൽ ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു TV യൂണിറ്റും കൂടി ചെയ്തു. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.